ഹായ് ഗൈസ്, എല്ലാവർക്കും BSc ഗൈഡിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം ചെയ്യുന്നുണ്ട്. ഇന്ന് 19ാമത്തെ ദിവസമാണ്. അങ്ങനെ എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം പ്രാക്ടീസ് ചെയ്ത് ഇനി വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും നമുക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ഓപ്ഷൻ ബി രാജ കേശവദാസൻ. 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം രചിച്ചത് റാം മോഹൻ റോയ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ഓപ്ഷൻ ഡി സൺ യാറ്റ് സെൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീഴരിയൂർ ബോംബ് കേസ് ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. 1851 അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് പറഞ്ഞ ഗവർണർ ആരാണ്? 1851 അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് പറഞ്ഞത് ഓപ്ഷൻ ബി ഡൽഹൌസി പ്രഭു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം ഏതാണ്? നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യമാണ് ഓപ്ഷൻ ഡി സ്വീഡൻ. അടുത്ത ക്വസ്റ്റ്യൻ: മൗസിൻ റാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം തന്നിട്ടുള്ളവയിൽ ഏതാണ്? വടക്കു കിഴക്കൻ മൺസൂൺ മഴ നന്നായി ലഭിക്കുന്നതുകൊണ്ട്, ബംഗാൾ ഉൾക്കടലിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ചക്രവാത ചുഴി, കാസി കുന്നുകളുടെ സാന്നിധ്യം, മിതോഷ്ണ മേഖലാ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട്. ഇവിടെ മൗസിൻ റാമിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതിനുള്ള കാരണം കാസി കുന്നുകളുടെ സാന്നിധ്യമാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരി ഏതൊക്കെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ലുകൾ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. 1921 ശേഷമുണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിലെത്തിച്ചു. ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ലുകൾ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലായിരുന്നു. സ്വദേശി പ്രസ്ഥാനം പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിക്കുകയും 1921 ശേഷം ഉണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിലെത്തിക്കുകയും ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമാവുകയും ചെയ്തു. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയായിട്ടുള്ളവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: തന്നിരിക്കുന്ന നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക. ഇവിടെ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തുമ്പോൾ കബനി, ഭവാനി, പാമ്പാർ എന്നിങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പട്ടിക ഏതെല്ലാമാണ്? ഭൗമാന്തര ഭാഗത്തു നിന്നുള്ള ശിലാദ്രവ്യത്തിൽ നിന്നും രൂപപ്പെട്ട ശില അവസാദശിലയല്ല, ആഗ്നേയശിലയാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസമാണ് ക്രമമായ താപനഷ്ട നിരക്ക്. അത് ശരിയാണ്. ഭൂവൽക്കത്തിനെയും മാന്റിലിനെയും വേർതിരിക്കുന്നത് ഗുട്ടൻബർഗ് പരിവർത്തന മേഖലയല്ല, മൊഹറോവിക് ആണ്. നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെ സമുദ്രജലത്തിന്റെ സഞ്ചാരം സമുദ്രജല പ്രവാഹം. ഇവിടെ 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസമാണ് ക്രമമായ താപനഷ്ട നിരക്ക്. നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെ സമുദ്രജലത്തിന്റെ സഞ്ചാരം സമുദ്രജല പ്രവാഹം എന്നറിയപ്പെടുന്നു. താഴെ നൽകിയിരിക്കുന്നവയിൽ ഹരിതഗ്രഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം ഏതാണ്? ഓസോൺ, മീഥെയ്ൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ. ഇവിടെ ഹരിതഗ്രഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകമാണ് നൈട്രജൻ. ഓപ്ഷൻ ഡി നൈട്രജൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഹരിതഗ്രഹ പ്രവാഹത്തിന് കാരണമാകുന്ന വാതകങ്ങളാണ് ഓസോൺ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ മുതലായവ. ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏതൊക്കെ?
റിസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു. 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമാണ്. ബാരാമുള്ള ശ്രീനഗർ ഉധംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. 1315 മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു. ഇവിടെ ഈ എല്ലാ ഓപ്ഷനുകളും ശരിയായിട്ടുള്ളവയാണ്. റിസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. ബാരാമുള്ള ശ്രീനഗർ ഉധംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. 1315 മീറ്റർ നീളമുള്ള ഈ പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ഓപ്ഷൻ സി എം വിശ്വേശ്വരയ്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രതിശീർഷ വരുമാനം എന്നത് എന്താണ്? പ്രതിശീർഷ വരുമാനം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ദേശീയ വരുമാനത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോഴാണ് പ്രതിശീർഷ വരുമാനം ലഭിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ്. ഒരു നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതി എന്താണ് നമ്മൾ പറയുന്നത്? ഓപ്ഷൻ ഡി സർചാർജ് ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇവിടെ രണ്ട് തരത്തിലുള്ള നികുതികളാണ് വരുന്നത്, സെസ്സും സർചാർജും. സെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ആവശ്യത്തിന് മേൽ ചുമത്തുന്നതായിരിക്കും. സർചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 9-ാം പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. താഴെ പറയുന്നവയിൽ ശരിയേത്? വാഗുൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റ്, ശിവരാമൻ കമ്മിറ്റി നബാർഡിന്റെ രൂപീകരണം, കാർവേ കമ്മിറ്റി ഗ്രാമീണ ചെറുകിട വ്യവസായം. ഇവിടെ എല്ലാം ശരിയായിട്ടുള്ളവയാണ്. വാഗുൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റിങ്ങിനും, ശിവരാമൻ കമ്മിറ്റി നബാർഡിന്റെ രൂപീകരണത്തിനും, കാർവേ കമ്മിറ്റി ഗ്രാമീണ ചെറുകിട വ്യവസായത്തിനും വേണ്ടിയുള്ളതായിരുന്നു. യോഗക്ഷേമം വഹാമ്യഹം, യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നത് ഏത് ഇൻഷുറൻസ് കമ്മിറ്റിയുടെ ആപ്തവാക്യമാണ്? യോഗക്ഷേമം വഹാമ്യഹം എന്നത് ഓപ്ഷൻ ബി LICയുടെ ആപ്തവാക്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A 51A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തവ ഏതൊക്കെ? തൊഴിൽ കരമടയ്ക്കുക എന്നത് മൗലിക കടമകളിൽ പെട്ടതല്ല. അനാഥരായ കുട്ടികളെ സഹായിക്കുക എന്നതും മൗലിക കടമകളിൽ പെട്ടതല്ല. കുട്ടികളെ കൊണ്ട് അപകടകരമായ മേഖലകളിൽ പണിയെടുപ്പിക്കാതിരിക്കുക എന്നതും ഇതിൽ ഉൾപ്പെടുന്നതല്ല. വിദേശികളോട് നല്ല രീതിയിൽ പെരുമാറുക എന്നതും ഇതിൽ ഉൾപ്പെടുന്നതല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ചേരുംപടി ചേർക്കുന്നതിനാണ് അടുത്തത്. ഭരണഘടനയുടെ 27-ാം വകുപ്പ്, ഭരണഘടനയുടെ 18-ാം വകുപ്പ്, ഭരണഘടനയുടെ 13-ാം വകുപ്പ്, ഭരണഘടനയുടെ 226-ാം വകുപ്പ്. ഇവിടെ ഭരണഘടനയുടെ 226-ാം വകുപ്പ് ഹൈക്കോടതിയുടെ റിട്ടവകാശമാണെന്ന് നമുക്കറിയാം. അപ്പോൾ 4B വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒന്നാമത്തേത് 27-ാം വകുപ്പ് മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കാനുള്ള പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്നതാണ്. 18-ാം വകുപ്പ് സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പാണ് വകുപ്പ് 18. ഭരണഘടനയുടെ 13-ാം വകുപ്പ് കോടതിയുടെ പുനരവലോകന അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. 226-ാമത്തേത് ഹൈക്കോടതിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായും ഇന്ത്യൻ പൗരന്മാരാകും. ആ പ്രസ്താവന ശരിയാണ്. ഒരു കുട്ടി വിദേശത്താണ് ജനിക്കുന്നതെങ്കിൽ പോലും ആ സമയത്ത് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. ആ പ്രസ്താവനയും ശരിയായിട്ടുള്ളതാണ്. ഭരണഘടനയുടെ ഭാഗം 3-ലല്ല ഭാഗം 2-ലാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിനാണ് പൗരത്വത്തെക്കുറിച്ച് നിയമമുണ്ടാക്കാൻ അധികാരമുള്ളത്. 4-ാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഇവിടെ തെറ്റായിട്ടുള്ളത് 3-ാമത്തെ പ്രസ്താവന മാത്രമാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ 86-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ?
ഇവിടെ 86-ാം ഭേദഗതിയിലൂടെ 21A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു. പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മൗലിക അവകാശമാക്കി മാറ്റി. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. നിർദ്ദേശക തത്വങ്ങളിലെ 45-ാം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി. ഇവയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. A, B, C, D എന്നിവ ശരിയായിട്ടുള്ളവയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം 86-ാം ഭേദഗതിയിലൂടെ 21A എന്ന വകുപ്പ് പ്രകാരം കൂട്ടിച്ചേർത്തു. പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മൗലിക അവകാശമാക്കി മാറ്റി. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. നിർദ്ദേശക തത്വങ്ങളിലെ 45-ാം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുന്നതിനാണ്. ഇവിടെ ധനകാര്യ കമ്മീഷൻ വകുപ്പ് 280-ലാണെന്ന് അറിയാമെങ്കിൽ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 1D വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ വരുന്നത് വകുപ്പ് 324-ലാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വരുന്നത് വകുപ്പ് 148-ലാണ്. അറ്റോർണി ജനറൽ വരുന്നത് വകുപ്പ് 76-ലാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ? കേന്ദ്ര സംസ്ഥാന സംയുക്ത ലിസ്റ്റുകളിൽ പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ട അധികാരങ്ങളിൽ പെടുന്നത്. സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങളിൽ പെടുന്നു. അവശിഷ്ട അധികാരങ്ങളിൽ നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അധികാരമുണ്ട്. അവശിഷ്ട അധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് കാനഡയിൽ നിന്നുമാണ്. ഇവിടെ കേന്ദ്ര സംസ്ഥാന സംയുക്ത ലിസ്റ്റുകളിൽ പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ട അധികാരങ്ങൾ. സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങളാണ്. അവശിഷ്ട അധികാരങ്ങൾ കടമെടുത്തത് കാനഡയിൽ നിന്നുമാണ്. എന്നാൽ അവശിഷ്ട അധികാരങ്ങളിൽ നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനാണ് അധികാരം. ഇവിടെ ഓപ്ഷൻ 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് എന്ത്? കൂട്ടുത്തരവാദിത്വം. പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും നിയമനിർമ്മാണ സഭാംഗങ്ങൾ ആണ്. മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുകയില്ല. പാർലമെന്ററി സമ്പ്രദായത്തിൽ യഥാർത്ഥ ഭരണാധികാരിയും നാമമാത്രമായ ഭരണാധികാരിയും ഉണ്ടായിരിക്കും. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. ഇവിടെ ഉണ്ടായിരിക്കുകയില്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ അമൃത് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടിയെടുക്കുന്നതിനെ കുറിച്ചിട്ടാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതികൾ തൊടുപുഴ, വടകര എന്നിവിടങ്ങളിലാണ്. അവശ്യ വസ്തുക്കളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി തൃശ്ശൂരാണ്. നെയ്യാറ്റിൻകര, കൊട്ടാരക്കര എന്നിവിടങ്ങളിലാണ് അബ്കാരി കേസുകൾ മാത്രമുള്ള പ്രത്യേക കോടതികൾ പ്രവർത്തിക്കുന്നത്. ലോക് അദാലത്തിൽ തീർപ്പാക്കിയ കേസുകൾ തുടർന്ന് അപ്പീൽ പറ്റില്ല. ഇവിടെ ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി ആരാണ്? ഇവിടെ ഓപ്ഷൻ സി ഡോക്ടർ സിറിയക് തോമസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഗംഗാധരക്കുറുപ്പ്, KG അടിയോടി, സാവൻകുട്ടി TM എന്നിവരെല്ലാം കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടുള്ളവരാണ്. FPTP സമ്പ്രദായത്തിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് താഴെ പറയുന്നവയിൽ ആരെ തിരഞ്ഞെടുക്കുവാനാണ്? സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളെ MLA-മാരെ തിരഞ്ഞെടുക്കുന്നതിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഇവിടെ രൂപീകരിച്ചത് 1964 ഡിസംബർ 3-നാണ് എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചത് 1993 ഡിസംബർ 3-നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് കേരള ഗവർണറാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നു. ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമിയായിരുന്നു. ഇവയെല്ലാം ശരിയാണ്. ഇവിടെ ഓപ്ഷൻ 1 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്ന ഉത്തരം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യത്തിൽ പെടാത്തത് ഏതാണ്?
ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിൽ എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ക്ലാസ് മുറികളാക്കുക. സംസ്ഥാനത്തെ 1000 സ്കൂളുകളിലെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ഉൾപ്പെടെ വിദ്യാർത്ഥികളിൽ ആശയവിനിമയ ശേഷിയും ജീവിത നൈപുണ്യങ്ങളും വർദ്ധിപ്പിക്കുക. ഇവയെല്ലാം ശരിയായിട്ടുള്ളവയാണ്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ 3 നേരം ഭക്ഷണം നൽകുക എന്നതാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം ഏതാണ്? മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗമാണ് ഓപ്ഷൻ സി, പാർക്കിൻസൺസ്. ക്യാൻസർ മൂലമോ അതിൻ്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? ക്യാൻസർ മൂലമോ അതിൻ്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീനാണ് ഓപ്ഷൻ എ, എറിത്രോപോയിറ്റിൻ. ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ഏതാണ്? ഇവിടെ ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഓപ്ഷൻ ഡി, GLUT4 ആണ്. ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡാൽ ടെസ്റ്റിൻ്റെ പ്രധാന തത്വം എന്താണ്? ടൈഫോയിഡ് രോഗനിർണയത്തിനായിട്ട് ഉപയോഗിക്കുന്ന വൈഡാൽ ടെസ്റ്റിൻ്റെ പ്രധാന തത്വമാണ് ഓപ്ഷൻ ബി, അഗ്ലൂട്ടിനേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഓപ്ഷൻ ബി, ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ്? ഏറ്റവും ശക്തി കുറഞ്ഞ ബലമാണ് ഗുരുത്വാകർഷണ ബലം. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. കിലോവാട്ട് അവർ എന്നത് ഏത് ഭൗതിക അളവിൻ്റെ യൂണിറ്റ് ആണ്? കിലോവാട്ട് അവർ എന്നത് എനർജിയുടെ യൂണിറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ 2 ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ISRO ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഡോക്കിങ്ങിനായിട്ടുള്ള സ്പേസ് ഡോക്കിംഗ് മിഷൻ ആയിരുന്നു സ്പേസ് സ്പാഡെക്സ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, റൂദർഫോർഡിൻ്റെ ആൽഫ കിരണ വിസരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണം ഏതാണ്? റൂദർഫോർഡിൻ്റെ ആൽഫ കിരണ വിസരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണം ഏതാണ്? ഇവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള നിരീക്ഷണങ്ങൾ നോക്കാം. സ്വർണ്ണത്തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും വ്യതിയാനമില്ലാതെ കടന്നുപോയി. ആൽഫ കണങ്ങളുടെ ഒരു ചെറിയ ഭാഗം ചെറിയ കോണുകളിൽ വ്യതിചലിച്ചു. വളരെ കുറച്ച് കണങ്ങൾ 180 ഡിഗ്രി വരെ വ്യതിചലിച്ചു. അറ്റോമിക സംഖ്യ 120 ഉള്ള മൂലകത്തിൻ്റെ IUPAC നാമം എന്താണ്? ഓപ്ഷൻ എ, അൺബൈനിലിയം എന്നതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ അർദ്ധലോഹങ്ങൾ അല്ലാത്തത് ഏതാണ്? ഇവിടെ മഗ്നീഷ്യമാണ് അർദ്ധലോഹമല്ലാത്തത്. സിലിക്കൺ, ടെലൂറിയം, ജർമേനിയം. ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥയാണ് ജാൻ ടെലർ മെറ്റൽ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഓണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പ്രാചീന തമിഴ് കൃതിയായ മധുരൈ കാഞ്ചിയിൽ ഓണത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. തിരുവല്ല മേച്ചേരി ഇല്ലത്തുനിന്ന് ലഭിച്ച സ്ഥാണു രവിയുടെ 17ാം ഭരണവർഷം രേഖപ്പെടുത്തിയ ഒരു ചെമ്പ് ലിഖിതത്തിൽ ഓണത്തെക്കുറിച്ചും പരാമർശമുണ്ട്. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2 പ്രസ്താവനകളും ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ്? ഹോൾബർഗ് പുരസ്കാരം 2025 നേടിയത് ഓപ്ഷൻ ഡി, ഗായത്രി സ്പിവാക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉദ്ദണ്ഡ ശാസ്ത്രികളുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. വസുമതി വിക്രമം എന്ന കൃതി രചിച്ചത് ഉദ്ദണ്ഡ ശാസ്ത്രികളാണ്. കോകില സന്ദേശം എന്ന സന്ദേശകാവ്യം രചിച്ചത് ഉദ്ദണ്ഡ ശാസ്ത്രികളാണ്. ഇവിടെ പ്രസ്താവന 1 തെറ്റാണ്, എന്നാൽ 2 ശരിയാണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മുൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്ന MS ധോണിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ICC വേൾഡ് കപ്പ്, 2020 വേൾഡ് കപ്പ്, ചാമ്പ്യൻസ് ട്രോഫി എന്നീ 3 മത്സരങ്ങളിലും വിജയം കൈവരിച്ച ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ. തൻ്റെ കരിയറിൽ 200 ടെസ്റ്റ് മാച്ച് കളിച്ച ആദ്യ ഇന്ത്യൻ താരം. ഇവിടെ പ്രസ്താവന 1 ശരിയാണ്, എന്നാൽ 2 തെറ്റാണ്. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ചുവടെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട ശരിയായവ കണ്ടെത്തുക.
1930കളിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. വള്ളത്തോൾ നാരായണ മേനോന്റെ നേതൃത്വത്തിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. ഇവിടെ 2 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 1930ലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. വള്ളത്തോൾ നാരായണ മേനോന്റെ നേതൃത്വത്തിലായിരുന്നു കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. ഇവ രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്തത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ആച്ഛാദനം എന്നെഴുതുന്നതിന്റെ ശരിയായ രൂപം ഏതാണ്? ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള രൂപം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുതിര എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? കുതിര എന്ന അർത്ഥം വരാത്ത പദം ഓപ്ഷൻ സി അശ്മകമാണ്. അർവാവ്, കിങ്കിരം, സപ്തി എന്നിവ കുതിരയുടെ പര്യായ പദങ്ങളാണ്. ചുവപ്പ് എന്നതിന് സമാനമായ പദം ഏതാണ്? ചുവപ്പ് എന്നതിന് സമാനമായ പദമാണ് ഓപ്ഷൻ എ ലോഹിതം. താമസം എന്നതിൻ്റെ നാനാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? താമസം എന്നതിൻ്റെ നാനാർത്ഥങ്ങളാണ് പാമ്പ്, മൂങ്ങ, ഇരുട്ട്, തമോ ഗുണം എന്നിവ. എതിർലിംഗം എഴുതുക. വിധവ എന്നതിൻ്റെ എതിർലിംഗം ആണ് ഓപ്ഷൻ സി വിതുരൻ. അജ്ഞന്മാർക്ക് അനുഷ്ഠാന കർമ്മങ്ങൾ ഉണ്ടോ? സമാന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഓപ്ഷൻ ഡി കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി. കാപ്പുകെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കാപ്പുകെട്ടുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ഓപ്ഷൻ ബി ഒരുങ്ങുക എന്നത്. പിരിച്ചെഴുതുക. വെണ്മ എന്നത് പിരിച്ചെഴുതുമ്പോൾ വെൾ പ്ലസ് മാ എന്നാണ് വരിക. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഒറ്റ പദം എഴുതുക. എളുപ്പത്തിൽ ചെയ്യാവുന്നത്. എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് സുകരം. സുകരമായി ഇവിടെ വരുന്നത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അർത്ഥപൂർണവും യുക്തിസഹവുമായ വാക്യം നിർമ്മിക്കുക. ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ദാരിദ്ര്യത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാരത ജനതയ്ക്ക് കൂട്ടായ അധ്വാനം കൊണ്ടേ കരകയറാൻ കഴിയുകയുള്ളൂ. അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ദ അസൈലന്റ് dash several places before being apprehended by the police. Fill in the blanks using suitable phrasal verb given in the option. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൾഡ് അറ്റ്. I would rather you indoors. Fill in the blanks using the most suitable option. ഇവിടെ I would rather you didn't smoke. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്ന ഉത്തരം. The word deposition in legal context means identify the option which is closest in meaning to the underlined word. Depositionന്റെ മീനിങ് വരുന്നത് witness statement taken outside the court. അടുത്ത ക്വസ്റ്റ്യൻ. I will finish the task in no time. Won't I? ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ദ ഡിഫൻസ് കൗൺസിൽ വാസ് പ്രിവെന്റഡ് ഫ്രം സബ്മിറ്റിംഗ് അഡീഷണൽ എവിഡൻസസ് ഡ്യൂറിംഗ് ദ ട്രയൽ. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ ആണ് ഇവിടെ വരുന്നത്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ കില്ലിംഗ് ഓഫ് വുമൺ ആൻഡ് ഗേൾസ് ബിക്കോസ് ഓഫ് ദെയർ ജെൻഡർ. ചൂസ് ദ സ്യൂട്ടബിൾ വേർഡ് ഫോർ അണ്ടർലൈൻ സെൻറ്റൻസ് ഫ്രം ദ ഓപ്ഷൻസ്. ഇവിടെ ഓപ്ഷൻ ഡി ഫെമിസൈഡ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. Killing of women and girls because of their gender is known as femicide. Complete the combination using the most suitable options. Boar, sow, gander. ഇവിടെ വരുന്നത് ഓപ്ഷൻ ബി goose ആണ്. Who is organizing the charity event for the next week? Turned into a passive voice. ഇവിടെ ഓപ്ഷൻ ഡി by whom is the charity event being organized for the next week? Their discussion always ended in disagreement. ഇവിടെ pick out the antonym for underlined word. ഇവിടെ ഓപ്ഷൻ സി consensus ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. Even though I was a beginner in this field, there had been many friends to show me the ropes. Identify the meaning of the underlined idiom. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. To teach or guide someone especially in new job. അങ്ങനെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.